അമേരിക്കൻ വ്യാപാര നയങ്ങളെയും അന്താരാഷ്ട്ര വിപണിയെയും പിടിച്ചുലച്ചുകൊണ്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇറക്കുമതി തീരുവകൾക്കെതിരെ യുഎസ് സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധി ആഗോള സാമ്പത്തിക രംഗത്ത് വലിയ തരംഗങ്ങളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രംപിന്റെ വിപുലമായ ആഗോള താരിഫ് നടപടികൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന് 6-3 ഭൂരിപക്ഷത്തോടെ കോടതി പ്രഖ്യാപിച്ചതോടെ അമേരിക്കയുമായി വിവിധ രാജ്യങ്ങൾ പുലർത്തി വന്ന വ്യാപാര ബന്ധങ്ങൾ അനിശ്ചിതത്വത്തിന്റെ നിഴലിലായി. ഇതോടെ ട്രംപ് ഭരണകൂടം കടുത്ത സമ്മർദ്ദത്തിലാകുകയും ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും അടക്കമുള്ള പ്രധാന പങ്കാളികൾ തങ്ങളുടെ നിലപാടുകൾ പുനഃപരിശോധിക്കാൻ നിർബന്ധിതരാവുകയും ചെയ്തിരിക്കുകയാണ്. കോടതി വിധി വന്നതിന് തൊട്ടു പിന്നാലെ തന്റെ അതൃപ്തി പരസ്യമാക്കിയ ട്രംപ് വിദേശ രാജ്യങ്ങൾക്കെതിരെ കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചത്. വർഷങ്ങളായി അമേരിക്കയെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്ന രാജ്യങ്ങൾ കോടതി വിധിയുടെ മറവിൽ ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കാൻ ശ്രമിച്ചാൽ ഇതിലും വലിയ പ്രത്യാഘാതങ്ങളും ഉയർന്ന തീരുവകളും നേരിടേണ്ടി വരുമെന്ന് അദ്ദേഹം തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ ഭീഷണി മുഴക്കി. ജാഗ്രത പാലിക്കണമെന്നും അമേരിക്കയുടെ താൽപര്യങ്ങളെ വെല്ലുവിളിക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധത്തെക്കുറിച്ച് സംസാരിക്കവേ ഫാന്റാസ്റ്റിക് എന്ന വിശേഷണം അദ്ദേഹം ഉപയോഗിച്ചുവെങ്കിലും മുൻകാലങ്ങളിൽ ഇന്ത്യ അമേരിക്കയെ സാമ്പത്തികമായി ചൂഷണം ചെയ്തിരുന്നുവെന്ന വിവാദ പരാമർശവും ട്രംപ് ആവർത്തിച്ചു. നിലവിൽ തന്റെ ഭരണത്തിന് കീഴിൽ ഇന്ത്യയുമായി നീതിയുക്തമായ കരാറിലെത്തിയെന്നും ഇത് ഇന്ത്യക്ക് മുൻപ് നൽകിയിരുന്ന അനാവശ്യ ആനുകൂല്യങ്ങൾ റദ്ദാക്കിയതിന്റെ ഫലമാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി തനിക്ക് മികച്ച വ്യക്തിബന്ധമുണ്ടെന്ന് അവകാശപ്പെടുമ്പോഴും ഇന്ത്യയുടെ വ്യാപാര നയങ്ങളെ കടന്നാക്രമിക്കാൻ ട്രംപ് മടി കാണിച്ചില്ല. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇന്ത്യ കുറച്ചത് തന്റെ പ്രത്യേക അഭ്യർത്ഥന പ്രകാരമാണെന്നും യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരമൊരു നീക്കം നടത്തിയതെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. എന്നാൽ ട്രംപിന്റെ ഈ പ്രസ്താവനയോട് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. തങ്ങളുടെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വിവിധ സ്രോതസ്സുകളെ ആശ്രയിക്കുമെന്നും ദേശീയ താൽപര്യങ്ങൾക്കായിരിക്കും എപ്പോഴും മുൻഗണന നൽകുന്നതെന്നുമാണ് ഇന്ത്യയുടെ പ്രഖ്യാപിത നിലപാട്. സുപ്രീം കോടതി വിധിയെ തുടർന്ന് അമേരിക്കൻ പ്രസിഡന്റ് പ്രഖ്യാപിച്ച പുതിയ പരിഷ്കാരങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ താരിഫ് അരാജകത്വം സൃഷ്ടിക്കാനാണ് ഇടയായിരിക്കുന്നത്. ട്രംപ് നടപ്പിലാക്കിയ തീരുവകൾ റദ്ദാക്കപ്പെട്ടതോടെ വിധിയെ മറികടക്കാൻ 150 ദിവസത്തേക്ക് 10% ആഗോള ഇറക്കുമതി തീരുവ അദ്ദേഹം പുതുതായി പ്രഖ്യാപിച്ചു. അടുത്ത ദിവസം തന്നെ ഇത് 15% ഉയർത്തുകയും ചെയ്തത് ലോകരാജ്യങ്ങളെ കടുത്ത കുഴപ്പത്തിലാക്കി. യൂറോപ്യൻ യൂണിയനുകളുമായുള്ള സുപ്രധാനമായ ടേൺബെറി കരാർ ഇതോടെ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. കരാറിന്റെ നിയമപരമായ അടിസ്ഥാനം തന്നെ ചോദ്യം ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ തുടർ നടപടികൾ മരവിപ്പിക്കാനാണ് യൂറോപ്യൻ പാർലമെന്റിന്റെ വ്യാപാര സമിതി ആലോചിക്കുന്നത്. അമേരിക്കൻ നയങ്ങളിലെ സ്ഥിരതയില്ലായ്മ ആഗോള വ്യാപാരത്തിന്റെ വിശ്വാസ്യത തകർക്കുമെന്ന് യൂറോപ്യൻ അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ സാഹചര്യം ഏറെ നിർണായകമാണ്. അടുത്ത മാസം ഒപ്പുവെക്കാനിരുന്ന ഇടക്കാല വ്യാപാര കരാറിന്റെ ഭാവി ഇപ്പോൾ അനിശ്ചിതത്വത്തിലാണ്. ഇന്ത്യയുടെ ചീഫ് നെഗോഷിയേറ്റർ ദർപ്പൺ ജെയിനും സംഘവും അമേരിക്കയിലേക്ക് നടത്താനിരുന്ന യാത്ര റദ്ദാക്കിയതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇരു രാജ്യങ്ങൾക്കും സൗകര്യപ്രദമായ മറ്റൊരു രീതിയിലേക്ക് ചർച്ചകൾ മാറ്റിയെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ കരാറുമായി മുന്നോട്ട് പോകുന്നത് ഇന്ത്യക്ക് ഗുണകരമാകില്ലെന്ന് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നു. പ്രമുഖ സാമ്പത്തിക വിദഗ്ധനായ ജെഫ്രി സാക്സ് ഇന്ത്യക്ക് നൽകിയ മുന്നറിയിപ്പ് ശ്രദ്ധേയമാണ്. സുപ്രീം കോടതി വിധി ട്രംപിന്റെ കൈകളെ കെട്ടിയിരിക്കുകയാണെന്നും നിയമവിരുദ്ധമായി ഇത്തരം ഭീഷണികൾക്ക് മുന്നിൽ ഇന്ത്യ വഴങ്ങേണ്ടതില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നിലവിലെ കരാർ വ്യവസ്ഥകൾ പുനഃപരിശോധിക്കണമെന്നും ഇന്ത്യയെ ഭീഷണിപ്പെടുത്താനോ അധിക തീരുവ ചുമത്താനോ ട്രംപിന് നിയമപരമായ അധികാരമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യ വ്യാപാര ചർച്ചകൾ താൽക്കാലികമായി നിർത്തിവെച്ച് കാര്യങ്ങൾ കൂടുതൽ പഠിച്ച ശേഷം മാത്രം തീരുമാനമെടുക്കുന്നതാണ് ഉചിതമെന്നും ജെഫ്രി സാക്സ് അഭിപ്രായപ്പെട്ടു. അമേരിക്കയുടെ പുതിയ താരിഫ് നയം ഇന്ത്യക്ക് മുൻപ് ലഭിച്ചിരുന്ന വ്യാപാര മേൽക്കൈ ഇല്ലാതാക്കുന്നതാണ്. ഓരോ രാജ്യത്തിനും വ്യത്യസ്തമായ തീരുവകൾ നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് ഏഷ്യൻ രാജ്യങ്ങളെ വെച്ച് ഏറ്റവും കുറഞ്ഞ തീരുവ ഇന്ത്യക്കായിരുന്നു. ഇത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കൻ വിപണിയിൽ വലിയ സ്വീകാര്യത ലഭിക്കാൻ സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ എല്ലാ രാജ്യങ്ങൾക്കും ഒരേപോലെ 15% തീരുവ ഏർപ്പെടുത്തിയതോടെ ഈ പ്രത്യേക ആനുകൂല്യം ഇന്ത്യക്ക് നഷ്ടമായി. ഇതിനു പകരമായി അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിൽ നികുതിരഹിത ഇറക്കുമതി അനുവദിച്ചത് രാജ്യത്തിനകത്ത് തന്നെ വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിമരുന്നിട്ടിട്ടുണ്ട്. ഇന്ത്യൻ കർഷകരുടെ താൽപര്യങ്ങൾ ബലികഴിച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് നൽകിയ ഇളവുകൾ ഇപ്പോൾ ഇന്ത്യക്ക് തിരിച്ചടിയായിരിക്കുകയാണ്. റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ളിൽ പോലും ട്രംപിന്റെ പുതിയ വ്യാപാര നയങ്ങൾക്കെതിരെ ഭിന്നസ്വരങ്ങൾ ഉയരുന്നുണ്ട്. സുപ്രീം കോടതി വിധിയെ പരസ്യമായി വെല്ലുവിളിക്കുന്നതും ജഡ്ജിമാരെ അരാജകത്വവാദികൾ എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നതും ജനാധിപത്യ സംവിധാനത്തിന് ചേർന്നതല്ലെന്ന് ഒരു വിഭാഗം നേതാക്കൾ വിശ്വസിക്കുന്നു. വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധം വഷളാകുന്നത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ ദീർഘകാലാടിസ്ഥാനത്തിൽ ബാധിക്കുമെന്ന ആശങ്കയും ശക്തമാണ്. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തങ്ങളുടെ വ്യാപാര ബന്ധങ്ങളെ തിരിച്ചു വിളിക്കാനും
ചർച്ചകൾ മരവിപ്പിക്കാനോ തീരുമാനിച്ചാൽ അത് ട്രംപിന്റെ സാമ്പത്തിക അജണ്ടകൾക്ക് വലിയ തിരിച്ചടിയാകും. നിയമ പോരാട്ടങ്ങളും അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളും ഒരു വശത്ത് ശക്തമാകുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് നടത്തുന്ന ഭീഷണിപ്പെടുത്തലുകൾ എത്രത്തോളം ഫലം കാണുമെന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം സാമ്പത്തിക താൽപര്യങ്ങളും ആഭ്യന്തര വിപണിയും സംരക്ഷിച്ചുകൊണ്ട് ഏതുതരം വ്യാപാര നയമായിരിക്കും സ്വീകരിക്കുക എന്നത് ലോകം ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. അമേരിക്കയുമായുള്ള ബന്ധം തകരാതെ തന്നെ നിയമവിരുദ്ധമായ തീരുവകൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുമോ എന്നതാണ് ഇനിയുള്ള പ്രധാന ചോദ്യം.